ക്രോഷ്യ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള രീതികൾ പഠിക്കാനായിട്ട് പറ്റും. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ക്രോഷ്യ പഠിക്കുന്നു. കൊള്ളാല സംഭവം. അതായത് സ്റ്റിച്ചസ് എല്ലാം അല്ലെങ്കിൽ എല്ലാ ബേസിക്സും കവർ ചെയ്യാതെ ഒരു പ്രോജക്റ്റ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റിച്ചസ് വേണം, ഒരു സ്ലിപ്പ് നോട്ട്, ചെയിൻ ആൻഡ് സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാവുന്ന സിമ്പിൾ പ്രോജക്റ്റ് അല്ലേ. ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. നമുക്കതൊരു പ്രോജക്റ്റായിട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു സ്വാച്ചായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ഇരുന്നിട്ട് എന്തെങ്കിലും റെഫർ ചെയ്തുകൊണ്ടോ വീഡിയോസ് കണ്ടും എല്ലാം പഠിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുടെയും സഹായം തേടുന്നു. സിമ്പിൾ. നമുക്കറിയുന്ന ആരെങ്കിലും ക്രോഷ്യ അറിയാമെന്നെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. അവരെങ്ങനെയാണ് ക്രോഷ്യ ചെയ്യുന്നത് ആ ഒരു ടൈമിലിട്ടാ എങ്ങനെയാണ് അവർ ക്രോഷ്യ ചെയ്യുന്നത് അതൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഒന്ന് പഠിപ്പിച്ച് തരാനായിട്ടൊക്കെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ക്രോഷ്യ പ്രോജക്റ്റ് വൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാനായിട്ട് പറ്റും. ഇനി പ്രോജക്റ്റായിട്ട് തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടൊന്നല്ല, പക്ഷെ ക്രോഷ്യയുടെ എല്ലാ ബേസിക്സും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങാം എന്നുള്ള രീതിയിൽ വരുന്നതാണ് നമ്മുടെ ബേസിക്സ് കവർ ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതി. എങ്ങനെയാണ് ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നത്, എങ്ങനെയാണ് ഹുക്ക് പിടിക്കുന്നത് തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റിച്ചസ് ആയിരിക്കാം, ടേംസ് ആയിരിക്കാം, എന്ത് തന്നെ ആയാലും നമ്മളതിൻ്റെ ബേസിക്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് തുടങ്ങി വെക്കുകയാണ് ക്രോഷ്യയിങ്. ഇത് നമുക്കൊരാളുടെ സഹായത്തോടു കൂടിയും ചെയ്യാനായിട്ട് പറ്റും. മേ ബി ഒരു ക്ലാസ്സിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു അറിയാവുന്ന ആരെങ്കിലും പഠിപ്പിച്ചു തരാമെന്ന് റെഡി ആയിട്ടുള്ളവരുണ്ടാവും. ഓർ നമുക്ക് ഈവൻറ്റ്സും വർക്ക്ഷോപ്സൊക്കെ ഒരുപാടുണ്ടല്ലോ, അത് ത്രൂ പഠിക്കാൻ പറ്റും. ഇതിലേതാണ് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളുണ്ട്, ആ ആളോട് വേണം നിങ്ങളിത് ചോദിക്കാനായിട്ട്. ആരത്? നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരും ഇവരും പറയുന്നതല്ല, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് ഏത് ഓപ്ഷനാണ്. കാരണം ഇതെല്ലാം ഓരോ പേഴ്സണൽ പ്രിഫറൻസ് മാത്രമാണ് ഈ ക്രോഷ്യ എന്ന് പറയുന്നത്. നമുക്ക് തീരുമാനിക്കാം ക്രോഷ്യയിൽ ഏത് സ്റ്റിച്ച് പഠിക്കണം, ഏത് സ്റ്റിച്ച് പഠിക്കണ്ട എന്നൊക്കെ ഉള്ളത്. അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, ചലഞ്ചസും നമ്മൾ നേരിടാനായിട്ടും പോകുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് അവർ ഡിസിഷൻ. ക്രോഷ്യ പഠിക്കണം എന്നുള്ളത് തന്നെ നമ്മുടെ ഡിസിഷൻ ആണെങ്കിൽ അതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റത്തെ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്നും സകല ബേസിക്സും പഠിച്ചിട്ട് ക്രോഷ്യയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതൊന്നല്ലായിരുന്നു. എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, അല്ലേ ഇതെങ്ങനെ ഇത് ചെയ്യുന്ന ഈ സംഭവം എനിക്കും ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു ഹുക്കും യാണും വാങ്ങിച്ചത്. അടുത്തുള്ള ഷോപ്പ്, അതിലേക്ക് നമ്മൾ കിടക്കാം. അതാണ് നമ്മുടെ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ക്രോഷ്യയിങ്. അത് കുറച്ചുണ്ട് പറയാനായിട്ട്. യാണ് ഹുക്ക് മാത്രമല്ല, ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യം ഇത് വാങ്ങിക്കണം. ഹുക്ക് വാങ്ങിക്കണോ യാൺ വാങ്ങിക്കണോ, യാൺ വാങ്ങിക്കണോ ഹുക്ക് വാങ്ങിക്കണോ? ഓൾറെഡി നിങ്ങളുടെ പക്കലൊരു യാൺ ഉണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഹുക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ളൊരു ഹുക്ക് വാങ്ങിക്കുക. നേരെ തിരിച്ചാവാം. ഇപ്പം രണ്ടും അല്ല, നിങ്ങളുടെ കയ്യിൽ ഹുക്കും ഇല്ല യാണും ഇല്ല, നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ യാണിനെ കുറിച്ച് മനസ്സിലാക്കാം. യാണിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെറ്റീരിയലിൻ്റെ യാൺസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ കയറി തുടങ്ങാൻ നിൽക്കരുത്, കാരണം നമുക്ക് കൺഫ്യൂസിങ് ആവും. ഇതെങ്ങനെയൊന്ന് മനസ്സിലാക്കി എടുക്കാം. ആ മുകളിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഫൈബേഴ്സിൻ്റെ ഒരു കാറ്റഗറീസ് ഉണ്ടല്ലോ, അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. നാച്ചുറൽ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്, ബ്ലെൻഡ് ഉണ്ട്. ഇതിലൊരു ബിഗിനർ തിരഞ്ഞെടുക്കണം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ മിക്കവാറും ബിഗിനേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത് അക്രിലിക് യാണാണ്. അല്ലെങ്കിൽ ബ്ലെൻഡും കുഴപ്പമൊന്നുമില്ല. കോട്ടൺ യൂസ് ചെയ്യണതിന് കുറച്ച് പാടാണ്. ഈ കോട്ടണിൽ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു പരിധി എത്തിയാൽ നമുക്ക് ഇച്ചിരി പാടായിട്ട് തോന്നുന്നൊരു ഇതാണ് ആ ഒരു. പിന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് കോട്ടൺ യു ആർ യൂസിങ് ഓൾസോ. സോ അത്ര കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരെ ഒരു യാണ് വേണമെങ്കിൽ, യാണിൻ്റെ ഫൈബർ വേണമെങ്കിൽ ചൂസ് അക്രിലിക് യാൺസ്. അക്രിലിക് യാൺ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിന്തറ്റിക് യാൺ. അപ്പോൾ ഫൈബർ തീരുമാനിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? യാണിൻ്റെ വെയിറ്റ് വേണം. എന്താണ് ഈ യാൺ വെയിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും യാൺ വെയിറ്റ്സ് ഉണ്ട്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഒരു പോർഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇറ്റ്സ് മീഡിയം ഫോർ ബെസ്റ്റ് വെയിറ്റ് ആണ് ഫോർ സ്റ്റാർട്ടിങ് ക്രോഷ്യ. തീരെ തിന്നുമല്ല, തീരെ ബൾക്കുമല്ല,
ഒരു മീഡിയം തന്നെ പറയാം അല്ലേ, അതിനാണ് ആ പേര് മീഡിയം പേരുള്ള ഒരു യാൺ വെയിറ്റാണ്. വേസ്റ്റഡ് അഫ്ഗാൻ ആരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതിൽ തന്നെ വരുന്ന ടൈപ്സാണ്. പക്ഷേ വെയിറ്റ് എല്ലാം ഇതിൻ്റെ സെയിം ആയിട്ടുള്ളത് കൊണ്ടാണ് അതിന് ഒറ്റ കാറ്റഗറിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്, വിച്ച് ഇസ് മീഡിയം 4 കാറ്റഗറി. ഈ യാൺ അരാൻ കോട്ടൺ യാണാണ്. ഇത് ഒരു അക്രലിക് യാണാണ്. ഇതുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ലേബൽമ എന്താ നിങ്ങൾ കാണുന്നത്, മീഡിയം 4 ആണ്. ഇറ്റ്സ് ദ ടൈപ്പ് ഓഫ് യാൺ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത്. അപ്പം അത്രയും കാര്യങ്ങൾ തീരുമാനിച്ചു. ഇനി എന്താണ് കളർ എടുക്കേണ്ടത്? ഡാർക്ക് കളറിലേക്ക് പോകാനുള്ള ടെൻഡൻസി നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നമുക്ക് എടുക്കാനുണ്ടാവും തോന്നും. ബ്രൈറ്റ് ആയിട്ടുള്ളത് പിന്നെ പറയാൻ വേണ്ടല്ലോ, നല്ല ഡ്രസ്സല്ല കാണാനായിട്ട്. ബ്രൈറ്റ് കളേഴ്സൊക്കെ ബ്രൈറ്റ് ആയിട്ടിരിക്കണം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളെപ്പോഴും തുടങ്ങുമ്പോൾ ലൈറ്റ് കളേർഡ് യാൺസ് യൂസ് ചെയ്യാൻ പറയുന്നതിന് വേറെ ഒന്നുമല്ല. നമ്മൾ സ്ലിപ്പ് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കുമ്പോഴും ചെയിൻസ് സ്റ്റാർട്ട് ചെയ്ത് ആ ചെയിൻ്റെ ഉള്ളിലേക്ക് വർക്ക് ചെയ്യണ ഒരു സംഭവം വരുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ കണ്ണിനധികം സ്ട്രെയിൻ ഇല്ലാണ്ട് അത്യാവശ്യം സ്റ്റിച്ചസൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു കളറാണല്ലോ ഈ ലൈറ്റ് കളേർഡ് യാൺ. കുറച്ച് ഡാർക്ക് കളേർഡ് യൂസ് ചെയ്യുന്നതൊന്നും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളതിനനുസരിച്ചിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട 2 ടൈപ്സ് ഓഫ് യാൺസ് ഉണ്ട്. ഭയങ്കര തിൻ യാൺസും ഭയങ്കര ചങ്കി യാൺസ്. ഈ ചങ്കി യാണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് ആദ്യം കയറിയിട്ടൊരു പ്ലഷൊക്കെ ഉണ്ടാക്കാമെന്ന് തോന്നും. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ക്രോഷേയിൽ തന്നെ അത്യാവശ്യം ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലും ചെറുതായിട്ട് ട്രിക്കിയായിട്ട് തോന്നാം. പിന്നെ വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയധികം സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ യൂസ് ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ, കാരണം അത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ യാണിൻ്റെ ഫൈബർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അക്രിലിക് യാൺ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബ്ലെൻഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഓർ ഈവൻ യു ക്യാൻ യൂസ് നാച്ചുറൽ ഫൈബേഴ്സ്. ആരും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ഇഫ് യു വോണ്ട് പ്ലീസ് ഗോ ഹെഡ്. പക്ഷേ റെക്കമെൻഡ് ആയിട്ടുള്ളത് അക്രിലിക് യാൺസ് തന്നെയാണ് കൂടുതലും. ഇനി വെയിറ്റ് 4 യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ. ദെൻ കളർ ലൈറ്റും അല്ലെങ്കിൽ ലൈറ്റ് മ്യൂട്ടഡ് കളേഴ്സൊക്കെ പ്രിഫേർഡാണ് ഫോർ ബിഗിനേഴ്സ്. ഇനി അടുത്ത് നമുക്ക് ഹുക്കിലേക്ക് കിടക്കാം. കാരണം ഹുക്ക് എന്ന് പറയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ ഈ ആണിൽ ഹുക്കിലും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ ഹുക്കിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മെറ്റീരിയൽ, ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. ബാംബു, വുഡൻ, പ്ലാസ്റ്റിക്, അലൂമിനിയം, റെസിൻ, സ്റ്റീൽ. ഈ സ്റ്റീൽ ഹുക്സൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോവുകയാണെങ്കിലും സ്റ്റീൽ ഹുക്സൊക്കെ വളരെയധികം അവൈലബിൾ ആയിട്ടുണ്ട്, ക്രാഫ്റ്റ് സ്റ്റോഴ്സിൽ പോലും. ഇത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് മെയിൻലി ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലേസ് വർക്ക് പിന്നെ ഡോയിലീസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഹുക്കാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി ഹുക്ക് സൈസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹുക്ക് സൈസിൻ്റെ ചാർട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ സ്റ്റീൽ ഹുക്സിൻ്റെയും സാധാ ഹുക്സിനും തമ്മിലുള്ള ഒരു കൺവേർഷൻ ടേബിളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കണ്ട, അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടിരിക്കട്ടെ. പക്ഷേ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് 4 to 6 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ ഭയങ്കര ചെറുതുമല്ല ഭയങ്കര വലുതുമല്ല എന്നുള്ളൊരു മിഡ് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ 4ഉം 4.5 ഇങ്ങനെ ഇരിക്കും ഈ ഒരു ഹുക്കിൻ്റെ. ഇതുപോലെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ്. കുറച്ചും കൂടി ടൈറ്ററായിട്ടുള്ള ക്രോഷേയിങ്ങിന് ഇത് ഹെൽപ്ഫുള്ളാണ് എപ്പോഴും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഏത് ഹുക്ക് സൈസും വാങ്ങിക്കാം. 5 ഒക്കെ ആണെങ്കിൽ 5.5 ഒക്കെ ആണെങ്കിൽ പക്കയാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അല്ലേ. റെക്കമെൻഡേഷൻസ് മാത്രമാണിത്. ഗ്രിപ്പില്ലാത്ത ഹുക്ക് വെച്ച് നിങ്ങൾക്ക് ക്രോഷേ ചെയ്യാം. ഓഫ് കോഴ്സ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്സ് ഗ്രിപ്പുള്ളതും വരുന്നുണ്ട്, ഇല്ലാത്തതും വരുന്നുണ്ട്. ഗ്രിപ്പില്ലാത്തതിന് വേറൊരു പേർപ്പസും കൂടി ഉണ്ട്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിടിയുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ആ സ്റ്റിച്ചസ് പഠിക്കുന്ന ടൈമിലുണ്ടല്ലോ നമുക്ക് ഹുക്ക് കയ്യിലിരിക്കണം. നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിലും പെൻസിൽ ഗ്രിപ്പായാലും ശരി നൈഫ് ഗ്രിപ്പായാലും ശരി കയ്യിലിരിക്കണം. ഒരു ഗ്രിപ്പ് നമുക്ക് ഒരു എക്സ്ട്രാ ഗ്രിപ്പ് അത്യാവശ്യമായിട്ട് വരുന്നൊരു സ്റ്റേജാണ് തുടങ്ങുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഹുക്കിൽ ഗ്രിപ്പുള്ളത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ നോക്കുക. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്രിപ്പുള്ളത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അത് ഉപയോഗിച്ച് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഗ്രിപ്പുള്ളത് വേണോ ഗ്രിപ്പില്ലാത്തത് വേണോ എന്നുള്ളത്. നിങ്ങൾക്ക് പയ്യെ മനസ്സിലാക്കാം. തുടങ്ങുമ്പോൾ ഗ്രിപ്പുള്ളത് വെച്ച് തുടങ്ങി നോക്കൂ എന്നുള്ളതൊരു സജഷനാണ്. ഹുക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്ലാസ്റ്റിക് അലുമിനിയം ഹുക്കുകൾ റെക്കമെൻഡഡ് ആണ്. 5.5 ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഇതാണ്. ഗ്രിപ്പുള്ള ഹുക്കാണെങ്കിൽ അത് തന്നെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോകണം കുറച്ച് ചോദ്യങ്ങൾ. എന്തുകൊണ്ട് കോംബോ ഹുക്ക് സെറ്റ് വാങ്ങിച്ചു കൂടാ? നല്ലല്ലേ? ഒരു ഹുക്ക് സെറ്റിൽ എല്ലാ സൈസസിൻ്റെയും ഹുക്സ് നമുക്ക് കിട്ടും.
ഒരു പിടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയണമല്ലോ. 2 എത്ര സൈസസ് ആണ് ആ ഹുക്ക് സെറ്റുള്ളത് അത് മൊത്തം കിട്ടും. പക്ഷേ എന്താ കാര്യം? വാങ്ങിക്കണേ വാങ്ങിക്കാം കേട്ടോ, നിങ്ങൾക്ക് വാങ്ങിക്കണേ വാങ്ങിക്കാം. ബട്ട് ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇതുവരെ ഹുക്കിൻ്റെ സെറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള ഹുക്കിൻ്റെ റേഞ്ചസ് എനിക്കറിയാം. അത് വെച്ചിട്ട് ഞാൻ ഓരോന്ന് ആഡ് ചെയ്താണ് വാങ്ങിക്കാറ്. അല്ലെ ഹുക്ക് സെറ്റായിട്ട് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. രണ്ട് കാരണങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ ഈ ഹുക്ക് സെറ്റ് മൊത്തം വാങ്ങിച്ചു, നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹുക്ക് സെറ്റ് മൊത്തം നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്കത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് അങ്ങോട്ട് ഒരു സുഖമില്ലല്ലോ, എനിക്ക് മേ ബി അലുമിനിയം ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ അലുമിനിയത്തിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെറ്റ് ഇരിക്കുന്നുണ്ട്, അത് ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എല്ലാം വാങ്ങിച്ച് വെക്കുന്നതിൽ എല്ലാം നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഹുക്കിൻ്റെ പല മെറ്റീരിയൽസ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്ന്, നിങ്ങൾക്ക് താല്പര്യമുള്ളതും കംഫർട്ട് തരുന്നതും ഏത് ഹുക്കാന്നുള്ളത്. എന്നിട്ട് വേണം നമ്മളൊരു ഹുക്ക് സെറ്റിൽ എപ്പോഴും കോമ്പോസിറ്റിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ്. തുടക്കത്തിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അത്ര അധികം കാശൊന്നും അതിന് ചിലവാക്കണം എന്നില്ല. എവിടെ നിന്ന് വാങ്ങിക്കണം? വലിയൊരു ചോദ്യമാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണോ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കണോ? ഓഫ്ലൈനിൽ ഒന്നാ നോക്കിയേ. ഇപ്പം നമ്മുടെ അടുത്തൊക്കെയുള്ള ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഷോപ്സൊക്കെ ഉണ്ടാവും, അവിടെ കിട്ടുന്ന ഓപ്ഷൻസ് കുറച്ച് കുറവായിരിക്കും. വളരെ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന യാണെന്ന് പറയുന്നത് നമ്മുടെ ഓഷ്വാൾഡ് യാണും പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യാണാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടിയും ഓപ്ഷൻസ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ചില സ്ഥലങ്ങളിൽ നമുക്ക് പറയാനും പറ്റില്ല, പക്ഷെ മിക്കവർക്കും ഇങ്ങനത്തൊക്കെ ആയിരിക്കും സാധ്യതകൾ. ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലേബിളും ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല ഇത് ഈ യാണിനെ കുറിച്ച്. എന്താ ഉള്ള ഈ ഗ്രാമ് മാത്രം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബ്രാൻഡ് ഉണ്ട്. വാട്ട് എൽസ്? ഇതുപോലത്തെ സ്റ്റീൽ ഹുക്സ് ആയിരിക്കാം അവൈലബിളും കൂടുതലും. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് വെച്ച് തുടങ്ങണമെന്നുള്ളതല്ല, എന്ത് വെച്ച് തുടങ്ങിയാലും ക്രോഷ്യ പഠിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇമ്പോർട്ടൻസ്. പക്ഷെ ഞാനതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു യാണും ഈ ഒരു ഹുക്ക് സൈസ് വെച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പുതിയൊരാൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു രീതിയിലും യാൺസ് കിട്ടാനില്ല നിയർ ബൈ ഷോപ്സിലൊന്നും, ഇതുള്ളൂ. നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നെങ്കിൽ ഇത് വെച്ച് തുടങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. കുറേയധികം ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉള്ള അത്യാവശ്യം വലുപ്പമുള്ള ഷോപ്സിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് തീരുമാനിക്കാം ഏത് വാങ്ങിക്കണം ഏത് വാങ്ങിക്കണ്ട എന്നൊക്കെ ഉള്ളത്. നമ്മളതിന് തിരഞ്ഞു നടക്കണം. നമുക്കതിപ്പോൾ ഓൺലൈനിൽ തപ്പിയാലും കാണാൻ പറ്റില്ല ഇന്ന സ്ഥലത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ളതൊക്കെ. അപ്പം നോക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഓൺലൈനിൽ നിന്നായാലും ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിൽ ലെജിറ്റായിട്ടുള്ള ഒത്തിരി ഷോപ്സ് ഉണ്ട്. ഫ്രോഡ് ഷോപ്സും ഉണ്ടാവാട്ടോ. അപ്പം നമ്മൾ നോക്കി റിവ്യൂസൊക്കെ നോക്കി അവരുടെ ബ്രാൻഡ് പ്രസൻസും ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനാകെ കൂടി 4 ഡിഫറെൻറ്റ് സ്റ്റോഴ്സിൽ നിന്നാണ് ഇതുവരെ യാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കിതിൽ നിന്നെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആകെ ഒരു ബ്രാൻഡിൽ നിന്ന് മാത്രമാണ് അതവർ ഈ ഒരു ഹുക്കിൻ്റെ അയക്കണേൽ മാത്രമാണ് അവർ തെറ്റിച്ചയച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പം നമ്മുടെ യാണും ഹുക്കും കഴിഞ്ഞോ? ഇല്ല. സ്റ്റിച്ച് മാർക്കേഴ്സ് തുടങ്ങുമ്പോൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പണി തരാൻ പോണേ ചെയിൻ. ആദ്യത്തെ ചെയിൻ ഏതാണ്, ലാസ്റ്റ് ചെയിൻ ഏതാണെന്നുള്ളതാണ്. ശരിക്കും പണി കിട്ടാൻ പോകണം ആ സംഭവം. ഞാനൊന്നും സ്റ്റിച്ച് മാർക്കർ അതൊന്നും എത്ര തെറ്റ് വരുത്തിയാലും സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കില്ല എന്നുള്ളൊരു രീതിയിൽ നിന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ഫില്ല ക്രോഷിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതില്ലാണ്ട് നടക്കില്ല. പാറ്റേണൊക്കെ കൃത്യത്തിന് സ്റ്റിച്ച് മാർക്ക് ചെയ്തിട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പറയാണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു ശീലമാക്കുക. സ്റ്റിച്ച് മാർക്കേഴ്സ് വാങ്ങിക്കാൻ ഒരു നിർബന്ധമില്ല, ആരും വാങ്ങിക്കണമെന്നില്ല. ഈ ചെറിയ സേഫ്റ്റി പിൻസ് ഉണ്ടല്ലോ, ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഈ സേഫ്റ്റി പിന്ന്, അതങ്ങോട്ട് ഇട്ടാൽ മതി. ഒരു മെത്തേഡ്. ഇനി നൂല് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പേപ്പർ ക്ലിപ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യുക. അത് മാർക്ക് ചെയ്താൽ മതി. ബേസിക് കാര്യം എന്താണ്, ഈ സ്റ്റിച്ച് മാർക്ക് ചെയ്യണം. അത് മിക്ക ട്യൂട്ടോറിയൽ വീഡിയോസിൽ അവർ മാർക്ക് ചെയ്തിട്ട് തന്നെ കാണിക്കും കേട്ടോ. അവർ പറയും സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. വാങ്ങിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ലോക്ക്ഡ് ആയിട്ടുള്ള സ്റ്റിച്ച് മാർക്കേഴ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനത്തെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് പെട്ടെന്ന് ഊരിപ്പോരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇറ്റ്സ് ബെറ്റർ വി ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് സ്റ്റിച്ച് മാർക്കർ. ഫൈബർ ഫില്ല് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ സ്റ്റഫ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ടോയ്സ് ആയിക്കോട്ടെ, അമിഗുറുമി ഒക്കെ ചെയ്യുകയാണെങ്കിലും
അല്ലെങ്കിൽ സ്റ്റഫ്ഡ് ആയിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ചെയ്യാനോ വലിയ വലിയ പ്രോജക്ട്സിലേക്കൊക്കെ തുടങ്ങുന്ന ടൈമിലാണ് ഇതിൻ്റെ അത്യാവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഫൈബർ ഫില്ല് വാങ്ങിക്കണം തന്നെ ഇല്ല, നമുക്കിപ്പോൾ അത്യാവശ്യം പഴകിയ ഒരു തലോണ നമ്മൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ടാവില്ലേ, അത് യൂസ് ചെയ്യാം. ഇഫ് ഇറ്റ്സ് ഫൈബർ ഫില്ലാണ് അതിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ക്ലോത്ത്സും ഇതൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വൃത്തി വേണമെങ്കിൽ ആ ഫൈബർ ഫില്ലിന് യൂസ് ചെയ്യണം. അതിപ്പോൾ സിന്തറ്റിക്കും ഉണ്ട്, നാച്ചുറലായിട്ടുള്ളതും ഉണ്ട്. കൂടുതൽ അഫോർഡബിൾ സിന്തറ്റിക് ആണെങ്കിലും എനിക്ക് അതിനോടത്ര യോജിപ്പിപ്പോൾ ഇല്ല. ഇനി ഒരു കാര്യം കൂടിയും വേണം, കട്ട് ചെയ്യാനായിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണം, ഇതുപോലത്തെ എന്തെങ്കിലും. എവിടെ നോക്കി പഠിക്കണം ക്രോഷേ? ഒരുപാട് റെഫറൻസ് സോഴ്സസ് ഉണ്ട് നമുക്ക് എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ ട്യൂട്ടോറിയൽസ് ആണ്. അത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പാറ്റേൺസ് പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇ ബുക്സൊക്കെ നമുക്ക് പെയ്ഡ് ആയിട്ട് തന്നെ വരുന്നത്. ദെൻ റാവലറി, ഇനി കുറച്ച് വെബ്സൈറ്റുകൾ പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് മാത്രമല്ല, ഒരുപാട് ഇറ്റ്സ് ലൈക്ക് എ കമ്മ്യൂണിറ്റി മെയിൻലി. ആ ഒരു വെബ്സൈറ്റാണ് റാവലറി എന്ന് പറഞ്ഞിട്ട്. യാണുകളുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റുകളുടെ വെബ്സൈറ്റുകളിലും എല്ലാം അവർ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പാറ്റേൺസോ ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓൺലൈൻ ഷോപ്സ്, ഇപ്പോൾ Etsy ഒക്കെ ആണെങ്കിൽ അവിടെ നിന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ ഇൻ്റർനെറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അവിടെയും നമുക്ക് കിട്ടും കേട്ടോ. അത് നമുക്ക് ആക്സസ് ചെയ്യാം. അതിൽ ബുക്സ് ആയിട്ടുള്ളതൊക്കെ റെഫർ ചെയ്ത് ബോറോ ചെയ്ത് വായിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എ ലൈബ്രറി ഇറ്റ് സെൽഫ്. സ്റ്റാർട്ട് വിത്ത് വീഡിയോ ട്യൂട്ടോറിയൽസ് ബെസ്റ്റ്. അതൊരാൾ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. ആ ഒരു യാൺ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ആ ഒരു ഹുക്ക് പിടിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ട്യൂട്ടോറിയൽസിൽ. പിന്നെ നമുക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് പോയിട്ട് ഒന്ന് ഇച്ചിരി സൂമൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റിച്ചിലേക്ക് ഒന്ന് സൂം ചെയ്തിട്ട് അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല, പക്ഷേ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ക്രോഷയിൽ വരുന്ന ടേംസ് ആൻഡ് അബ്രീവിയേഷൻസ്. കാരണം UK US ടെർമിനോളജീസ് വരുന്നത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഡബിൾ ക്രോഷേ എന്ന് പറയുന്ന സംഭവം US ടെർമിനോളജിയാണ്. UK ടെർമിനോളജി പ്രകാരമുള്ളൊരു ട്യൂട്ടോറിയൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്രോഷേന്ന് അവർ പറയുന്നത് സിംഗിൾ ക്രോഷേനായിരിക്കും, ട്രിബിൾ എന്ന് അവർ പറയുന്നത് ഡബിൾ ക്രോഷേനായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർട്ട് കണ്ടില്ലേ, ഇത്രയുണ്ട് അവരുടെ ടെർമിനോളജീസ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ നമ്മുടെ ട്രിബിളിൽ കേട്ടപ്പോൾ വിചാരിച്ച് ട്രിബിൾ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു. ഡബിൾ ക്രോഷേ ചെയ്യേണ്ട സമയത്ത് മിക്കവരും പറയാറുണ്ട് ഈ ട്യൂട്ടോറിയൽസിൽ തന്നെ ഇത് US ടെർമിനോളജിയാണ്, UK ടെർമിനോളജിയാണെന്നൊക്കെ അവർ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എപ്പോഴെങ്കിലും റെഫർ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ യാൺ ക്രാഫ്റ്റ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, ഡൗൺലോഡബിൾ PDF. അത് സേവ് ചെയ്ത് വയ്ക്കുക. അതെപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രോഷേ നമുക്ക് ചെയ്ത് തുടങ്ങാം അല്ലേ? ആയില്ലേ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇപ്പോൾ ക്രോഷേ തുടങ്ങാം. അപ്പോൾ പാർട്ട് 2 ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം.